എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 ആണ്ട് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Devil, Page of Cups, Justice energy, Two of Wands, Eight of Swords, Eight of Cups, Six of Wands, Ten of Cups energy. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ പല കാര്യങ്ങളിലും ഉന്നതി നേടുന്നുണ്ട്. ജീവിതത്തിൽ സാമ്പത്തികമാണെങ്കിലും അല്ലാത്തതിലും എങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെവിൾ കാർഡാണ്. അതോടൊപ്പം തന്നെ വന്നിരിക്കുന്നതും 8 ഓഫ് സോർഡ്സ് എനർജിയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ, നമ്മൾ പറയുമല്ലോ, നമ്മുടെ ഉള്ളിൽ ആത്മവിശ്വാസക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോകുന്നു. നമ്മൾ പറയും, കർണൻ്റെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായെങ്കിൽ, ആ വേണ്ട സമയത്ത് വേണ്ട പോലെയുള്ള ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാതെ ആയി പോകുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ആ സമയം വരുമ്പോൾ കയ്യിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പ്രയോജനത്തിൽ വരുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. അതുപോലത്തെ ഒരു സാഹചര്യമാണ് നിങ്ങൾ പല സിറ്റുവേഷൻസിൽ വരുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ ഒരു വർഷക്കാലമുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും, പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുമ്പോൾ പല വികാരങ്ങൾക്ക് അടിമപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു സംതൃപ്തിക്ക്, ഷോർട്ട് ടേം സക്സസ്സിന് വേണ്ടിയിട്ട്, അത് കുറച്ച് നാളത്തെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു കാര്യത്തിലേക്ക് പോവാതിരിക്കുക. അതായത് ദീർഘകാലത്തേക്ക് അതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ലോങ് ടേം സക്സസ് നോക്കിയിട്ട് മാത്രം മുന്നോട്ടേക്ക് പോകുക. അതുപോലെ തന്നെ നിമിഷ നേരത്തെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട്, കുറച്ച് നേരത്തെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമാക്കാൻ എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി മാത്രമാവരുതൊന്നും സ്വന്തമാക്കുന്നതോ ഒക്കെ. അത് നിങ്ങൾക്കൊരു ഭയങ്കരമായിട്ട് പുറത്തു നിന്നുള്ളൊരു, മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു ആർഭാടത്തോടും ഒക്കെയുള്ളൊരു വളരെയധികം ഒരു അതിനോടൊക്കെയുള്ള താല്പര്യം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും പണം ചിലവാക്കുക, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക, വേണ്ട സമയത്ത് വേണ്ട പോലെയൊക്കെ പ്രായോഗിക ബുദ്ധിയോടുകൂടി ചെയ്തില്ല എങ്കിൽ ഈ ഒരു വർഷത്തിൽ ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് 8 ഓഫ് സോർഡ്സ് എനർജിയാണ്. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ചിലപ്പോൾ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളും ആവാം. നിങ്ങളെ താഴ്ത്തി കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കുറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. മോട്ടിവേഷണൽ സ്പീച്ചസോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള വാചകങ്ങൾ കേൾക്കുക. കോട്ട്സ്, ഐ ക്യാൻ ഡൂ ഇറ്റ് എന്നുള്ളത് നിങ്ങൾ എന്നും പറയാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പലരും അത് ശരിയാവുന്നു തോന്നുന്നില്ല, അതിങ്ങനെ എന്ത് കാര്യത്തോട് ചോദിക്കുമ്പോഴും ആദ്യം തന്നെ അത് നടക്കുന്നു തോന്നുന്നില്ല എന്നൊരു രീതിയിലാണ് ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ, നിങ്ങൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ അത് ശരിയാവുന്നു തോന്നുന്നില്ല, ആദ്യമേ തന്നെ നെഗറ്റീവ് പറയുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളുടെ പ്രധാന കാര്യങ്ങൾ, അതായത് പ്ലാൻസ് ഒന്നും ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത് പ്രധാനം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സ്വയം നിങ്ങളുടെ മനസ്സിൽ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളാണ് നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്ന ഏറ്റവും വലിയൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. നിങ്ങളാണ് അതിന് കാരണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വയം ആദ്യം മനസ്സിൽ വിശ്വസിക്കുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒത്തിരി നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ മൈൻഡിൽ വരും, ആങ്സൈറ്റി. സമയം കാലമൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ ഹനുമാൻ ചാലീസ വായിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹനുമൽ മന്ത്രങ്ങൾ ജപിക്കാം. അതേപോലെ നരസിംഹമൂർത്തിയെ പ്രത്യേകം ആരാധിക്കാവുന്നതാണ്. ഉഗ്രം വീരം മഹാവിഷ്ണു എന്ന് തുടങ്ങുന്ന മന്ത്രമാവാം, മറ്റെന്തെങ്കിലും മന്ത്രം നിങ്ങൾക്കറിയാമെങ്കിൽ അതാവാം. നരസിംഹമൂർത്തിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ സന്ദർശിക്കുക, ഹനുമൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഇതൊക്കെ ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യമാണ്. ചൊവ്വാഴ്ച ദിവസം ഹനുമാന്റെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതൊക്കെ നെഗറ്റിവിറ്റി ജീവിതത്തിൽ നിന്ന് മാറാൻ നിങ്ങളെ സഹായിക്കുകയും മുന്നോട്ടേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്.
അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് കപ്സും 8 ഓഫ് കപ്സും ആണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം. ചില കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനിവാര്യമല്ലാത്ത കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ വിട്ടുകളയുന്നുണ്ട്. ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു നിങ്ങൾ കലാവാസനയുള്ള വ്യക്തിയാണെങ്കിൽ കലാപരമായിട്ടുള്ള നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരവസരം ഈ ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ മ്യൂസിക്, മറ്റു തരത്തിൽ മീഡിയ, ഫിലിം, സീരിയൽ ഇതുപോലുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ഒത്തിരി പേര് കാണുന്ന തരത്തിലുള്ളൊരു അങ്ങനെയുള്ളൊരു മേഖലയിൽ എന്തെങ്കിലും സ്ഥാനം, ഇപ്പോൾ അഭിനയമായാലോ പാട്ടാണെങ്കിലോ നൃത്തമാണെങ്കിലോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ക്യാമറയ്ക്ക് പുറകിലോ അങ്ങനെ മറ്റെന്തെങ്കിലും തരത്തിൽ ഈ മീഡിയ, ജേർണലിസം അതേപോലുള്ള കാര്യങ്ങളിൽ ടി വിയിൽ വർക്ക് ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള, ഇപ്പോൾ ഗെയിമറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഗെയിം ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ, ആ തരത്തിലുള്ള കഴിവുകൾ, നെറ്റ്വർക്കിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള സൗണ്ട് എഞ്ചിനീയർ, അങ്ങനെ പല തരത്തിലുള്ള ജോലികളുണ്ടല്ലോ ഈ സിനിമ, സീരിയൽ അല്ലെങ്കിൽ മീഡിയ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അതിലൊക്കെ ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്ന നിങ്ങളുടെ കഴിവുകൾ, കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം ഈ ഒരു വർഷമുണ്ട്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇതുവരെ കൂടെ കൊണ്ടു നടത്തുന്ന പല പ്രാരബ്ധങ്ങളും ഒഴിഞ്ഞു പോകുന്ന ഒരു വർഷമാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. പലരെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ഡിവോഴ്സ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. സങ്കടകരമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ തോന്നുന്നുണ്ടെങ്കിലും മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ടുള്ളൊരു ജീവിതം അതിലൂടെ നയിക്കാനായിട്ട് സാധ്യമാകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട് മാറുന്ന, ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോ ഇൻലോസോ അവരുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്, ഭർത്താവിൻ്റെ വീട്ടുകാർ. അപ്പോൾ നിങ്ങൾ വീട് മാറുന്നുണ്ടാവുക. അപ്പോൾ സ്വസ്ഥമായിട്ടില്ല, ഇനി അങ്ങോട്ടേക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു വീട്ടിലായിരുന്നു എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. സ്വന്തമായിട്ട് വീട് വെച്ച് മാറുന്നതാവാം. അതല്ല എങ്കിൽ ചിലപ്പോൾ ജോലിയിൽ സ്ഥലമാറ്റവും മറ്റും കിട്ടുന്നതും, അപ്പോൾ അങ്ങോട്ടേക്ക് മാറി താമസമാകുന്നത്, ഇമിഗ്രേറ്റ് ചെയ്തു പോകുന്നത് വിദേശ രാജ്യങ്ങളിൽ, ഇതൊക്കെ സാധ്യമാകുന്നുണ്ട്. അതായത് ഒരിടത്ത് നിങ്ങളുടെ പ്രാരബ്ധങ്ങൾ ഒഴിച്ചു മാറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ജസ്റ്റിസ് എനർജിയും അതേപോലെ 6 ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് നാളായിട്ട് കേസ് കൂട്ടമൊക്കെ ആയിട്ട് നടക്കുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം ഫൈനലി അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സ്ഥലം, വഴിതർക്കം അല്ലെങ്കിൽ അങ്ങനെ വീട് ഭാഗം വെച്ച് കിട്ടുന്നതിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സിവിൽ ഇതിൽ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ പലതും തീരുമാനമാകുകയും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതേപോലെ ക്രിമിനൽ കേസുകളിൽ നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും നല്ലൊരു സാഹചര്യം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും മറ്റുള്ളവർ നിങ്ങളുടെ പേരിൽ അപവാദങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ, അതൊക്കെ കേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരാൻ സമയം ആണ്. 6 ഓഫ് വൺസ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ സംബന്ധിച്ച് വിദേശ രാജ്യങ്ങൾ എന്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കും അതും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായം, ഫോറിൻ അതായത് ദൂരെ വിദേശത്ത് നിന്ന് പണമോ സാമ്പത്തികമായിട്ടുള്ളതോ അല്ലാതെയുള്ള സഹായഹസ്തങ്ങളൊക്കെ ഉയരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് വിദേശത്ത് പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫിൽ പലതും നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. 6 ഓഫ് വൺസ് എനർജിയാണ്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിചാരിച്ച വഴിക്ക് പോകാതിരുന്നത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ വിചാരിച്ച വഴിയിലാണ് പോകുന്നത്. നിങ്ങൾ വിചാരിച്ച ലെവലിലേക്ക് ഒരു ഇൻഫ്ലുവൻസർ, ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇതിലൊക്കെയാണ്, ആ തരത്തിലേക്കാണെങ്കിൽ അതിലും ഉയർച്ച കാണിക്കുന്ന ഒരു സമയമാണ് ഇവിടെ. 2 ഓഫ് വൺസ് എനർജിയാണ്. അതേപോലെ 10 ഓഫ് കപ്സ് എനർജി. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാത്തിരുന്ന എന്തോ ഒന്ന് കുറച്ച് നാളായിട്ട് നിങ്ങൾ വിചാരിച്ചു നടക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ ഒക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ 2 ഓഫ് വൺസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ കുറച്ച് നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ, അതായത് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത് ആ ഒരു ഇതിൽ തന്നെ നിൽക്കണോ അതോ കുറച്ചുകൂടി സാഹസികമായിട്ട് എന്തെങ്കിലും കാര്യത്തിലേക്ക് അതൊന്ന് പുറത്തേക്ക് കടക്കണമോ എന്നുള്ളത്. അതായത് നിങ്ങളുടെ വീട്, കുടുംബം, കുട്ടികൾ ആ ഒരു ഇതിലാണ് നിങ്ങൾ ഇതുവരെ
ആ ഒരു കംഫർട്ടിലാണ് ഇരുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കടക്കണോ, കുറച്ചെന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സാഹസികമായിട്ട്, അതായത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അതോ അവിടെ തന്നെ നിൽക്കണോ എന്നൊക്കെ ഉള്ളതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം. കുടുംബപരമായിട്ട് പൊതുവേ അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ മാറി നിൽക്കുന്നവർ, ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ ഒരുമിച്ച് ചേരുന്ന സാഹചര്യമാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു സംതൃപ്തി, കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ പറ്റുക. ഇപ്പോൾ പുറത്തൊക്കെ ഹസ്ബൻഡോ വൈഫോ പുറത്ത് ജീവിക്കുന്നവർക്ക് ഫാമിലി വിസ റെഡി ആവാത്തവർക്കൊക്കെ ഫാമിലി വിസ റെഡി ആവുകയും ഫാമിലിയോട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്ക് നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ റെഡി ആവുകയൊക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.